ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ വരുന്ന 5 കൊല്ലം ആര് ഭരിക്കണം എന്ന് നിശ്ചയിക്കുന്ന ജനാധിപത്യ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ വോട്ടെടുപ്പിൻ്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ജൂൺ 2-ന് 7ാം ഘട്ടം നടക്കുന്നതോടുകൂടി ഈ വോട്ടെടുപ്പിന് ജനാധിപത്യ പ്രക്രിയക്ക് പരിസമാപ്തി കുറിക്കും. ജൂൺ 4-ന് നമുക്ക് മുന്നിൽ ഇന്ത്യ ആര് ഭരിക്കും എന്ന ചിത്രം തെളിയാൻ പോകുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യവും ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നില്ല. ഭരിക്കുന്ന പാർട്ടി തന്നെ തികച്ചും ഏകപക്ഷീയമായി അധികാരത്തിൽ തുടരും എന്ന നിലയിൽ നിന്ന് തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് 5 ഘട്ടം കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ചില മേഖലയിൽ നിന്നെങ്കിലും ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ നാൾ വഴികളെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം രൂപം കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു 10 കാരണങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന ഒരു വലിയ ഒരു സഖ്യം രൂപീകരിക്കപ്പെട്ടതാണ്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ശിവസേനയെ കൂട്ടി മാത്രമേ ഭരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ അവരുമായി മുമ്പ് നടത്തിയിരുന്ന ചർച്ചകളുടെ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനം ശിവസേനയ്ക്ക് കൊടുക്കണം എന്ന ഒരു കാര്യം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, ആദ്യകാലങ്ങളിൽ ശിവസേന BJP സഖ്യം മഹാരാഷ്ട്ര ഭരിക്കുമ്പോൾ ശിവസേനയിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രി. ശിവസേനയായിരുന്നു മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ കക്ഷി. എന്നാൽ BJPയുടെ ഒരു രീതി വെച്ചിട്ട് തങ്ങളുടെ സഖ്യകക്ഷിയെ ദുർബലമാക്കി അവിടെ മേൽക്കോയ്മ നേടാനുള്ള ശ്രമം എല്ലാ കാലത്തും BJP നടത്താറുണ്ട്. അങ്ങനെ നിരന്തരമായ അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശിവസേന 2ാം സ്ഥാനത്തേക്കും BJP 1ാം സ്ഥാനത്തേക്കും പോകുന്ന സാഹചര്യം ഉണ്ടാകുകയും ഭരണം തങ്ങൾക്ക് തന്നെ വേണമെന്ന് BJP വാശി പിടിക്കുകയും ചെയ്തപ്പോൾ ആ സഖ്യം അവിടെ ഇല്ലാതാകുകയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരുന്നതിൽ ആ സഖ്യം പിന്നീടുണ്ടാവുന്നത് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ സജയ് റാവത്തും എല്ലാം അടങ്ങുന്ന കോൺഗ്രസും എല്ലാം അടങ്ങുന്ന മഹാവികാസ് അഘാഡിയുടെ രൂപീകരണം ഉണ്ടാവുന്നു. മഹാരാഷ്ട്രയിൽ അത് പിന്നീട് ഭരണം നടത്തുന്നു. പിന്നീട് വലിയ അട്ടിമറികളിലൂടെ ഏകനാഥ് ഷിൻഡെയെയും അജിത് പവാറിനെയും ഒക്കെ ഉപയോഗിച്ച് മഹാവികാസ് അഘാഡിയെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഇപ്പോഴും മഹാരാഷ്ട്രയിൽ 48 ലോക്സഭാ സീറ്റുകളിൽ നിർണായകമായി ഇന്ത്യ മുന്നണിക്കൊരു മുന്നേറ്റം ഉണ്ടാകാൻ കാരണമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് മഹാവികാസ് അഘാഡിയാണ്. ഉദ്ധവ് താക്കറെയും ശരത് പവാറും അതുപോലെ തന്നെ കോൺഗ്രസും ഉറച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ഭൂമികയായി മഹാരാഷ്ട്ര മാറി എന്നതാണ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകമായി ഞാൻ വിലയിരുത്തുന്നത് രാഹുൽ ഗാന്ധി രാജ്യമൊട്ടാകെ നടത്തിയ ഭാരത് ജോഡോ യാത്രയാണ്. ആ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് നടത്തിയ ഭാരത് ന്യായ് യാത്ര എന്ന് പറയുന്ന ഈ 2 യാത്രകളും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ നിലയിലുള്ള ജനസ്വീകാര്യത, അദ്ദേഹത്തിന് ജനസമ്മതി ഉണ്ടാവുകയും അദ്ദേഹത്തെ അംഗീകരിക്കാതിരുന്ന BJP വിരുദ്ധരായിട്ടുള്ള ആളുകൾ പോലും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോട് മാറി ഒരു അകലം പാലിച്ചിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തോടൊപ്പം ചേരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു വലിയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതിൽ നിർണായകമായി എന്ന് ഞാൻ കരുതുന്നു. മൂന്നാമത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വന്ന കാര്യങ്ങളിൽ ഒന്ന് കർണാടകയിലും തെലങ്കാനയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ഈ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കർണാടകയിൽ 135 സീറ്റുകൾ കടുത്തു നേടി കോൺഗ്രസ് കർണാടകയിൽ അധികാരം പിടിച്ചു. നമുക്കറിയാം, അവിടെ നരേന്ദ്രമോദിയെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ദേശീയ സാഹചര്യം പോലെ, ദേശീയ തെരഞ്ഞെടുപ്പ് പോലെയാണ് BJP അത് കൈകാര്യം ചെയ്തത്. എന്നാൽ അത് അമ്പേ പാളിപ്പോയി എന്ന് മാത്രമല്ല, സിദ്ധരാമയ്യയും DK ശിവകുമാറും ഉറച്ചുനിന്ന് നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം
അതിനുശേഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും DK ശിവകുമാറും ഉപമുഖ്യമന്ത്രിയും ആകുന്നതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള, അതായത് ഇന്ത്യ മുന്നണി അടക്കമുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടായിട്ടുള്ള ഊർജം ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക്, മാത്രമല്ല 28 സീറ്റുകളുള്ള കർണാടകയിൽ വലിയ വിജയമാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. BJPക്ക് തിരിച്ചടിയും കർണാടകയിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തെലങ്കാനയിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന സാഹചര്യത്തിൽ നിന്നാണ് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രവർത്തനം നടത്തി തെലങ്കാനയുടെ ഭരണം പിടിക്കുന്നു. ഒരാൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന്. 17 സീറ്റുകളുള്ള തെലങ്കാനയിൽ നിലവിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ, 13 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി. മാത്രമല്ല തെലങ്കാനയിൽ ഉണ്ടായിരുന്ന BRS തരാന്തരം പോലെ മോഡിക്കും ഒക്കെ പിന്തുണ കൊടുക്കുന്ന കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ദേശീയ തലത്തിൽ സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് ചന്ദ്രശേഖർ റാവു, BRS. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ BRSനെ കൂടി ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസ് മുന്നേറ്റം നടത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറുന്നു. മാത്രമല്ല കർണാടകയിലെയും തെലങ്കാനയിലെയും ഈ വിജയം പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് അത് വലിയ നിലയിൽ ഒരു പ്രോത്സാഹനമായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു 4ാമത്തെ കാര്യം, EDയും CBIയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ, അത് ഇന്ത്യ മുന്നണിയിൽ ഒരു ഐക്യമുണ്ടാക്കുന്നതിന് വലിയ നിലയിൽ സഹായകമായി. ഒടുവിൽ അത് കെജ്രിവാളിനെയും ഷിബു സോറൻ എന്ന് പറയുന്ന ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറനെയും ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരെ എത്തിയപ്പോൾ ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തവും ഐക്യവും പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെയും ഡൽഹി മുഖ്യമന്ത്രിയുടെയും ഭാര്യമാർ വരെ ആ ഐക്യ സമ്മേളനങ്ങളിൽ, ആ പരിപാടികളിൽ പങ്കെടുത്ത് കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ഐക്യത്തോടു കൂടി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും നിരവധിയായിട്ടുള്ള സംസ്ഥാനങ്ങളിലും ഈ വേട്ടയാടൽ തുടർന്നപ്പോൾ അവർക്കൊക്കെ ഒരുമിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാകും എന്ന തോന്നൽ, ഒരുമിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള മമതാ ബാനർജിക്ക് പോലും അത്തരത്തിൽ ചിന്തിക്കേണ്ടി വന്നത് ഈ രീതിയിൽ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതുപോലെ തന്നെ 5ാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ധ്രുവ് റാദി, അതുപോലെ തന്നെ ഭഗത് റാം, കുനാൽ കമ്രാൻ തുടങ്ങിയ ഒരുപാട് പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ആക്ടിവിസ്റ്റുകളായിട്ടുള്ള നിരവധി ആളുകൾ, ധ്രുവ് റാദിയുടെയൊക്കെ വീഡിയോകൾ മില്യൺ കണക്കിന് ആളുകളാണ് മണിക്കൂറുകൾക്കുള്ളിൽ കാണുന്നത്. ഏറെ ഹിറ്റായിട്ടുള്ള ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന നല്ല ഹിന്ദിയിൽ ഗവൺമെൻറ്റിൻ്റെ പൊള്ളത്തരങ്ങൾ കൃത്യമായി തുറന്നു കാണിക്കുന്ന നിരവധിയായിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഈ അടുത്ത കാലങ്ങളിലായി നടത്തി എന്നുള്ളതും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമായി വിലയിരുത്തുന്നു. കാരണം അവരുടെ നല്ല ഹിന്ദിയിൽ അവർ സംസാരിക്കുമ്പോൾ, അവർ കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്കൊരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതുണ്ടാക്കിയിട്ടുള്ള അടിയൊഴുക്കുകൾ ചില്ലറയല്ല എന്ന് വിലയിരുത്തപ്പെടേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം പെട്രോൾ. 6ാമത്തെ കാര്യം, പെട്രോൾ, ഡീസൽ, ഗ്യാസ്, മറ്റു ആവശ്യ വസ്തുക്കളുടെ വില വർധനയും അതുപോലെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂപയുടെ മൂല്യത്തകർച്ചയും ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ വിഷയങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗ്യാസിൻ്റെ വില, പെട്രോളിൻ്റെ വില, അതുപോലെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതുപോലെ രൂപയുടെ മൂല്യത്തകർച്ച, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ വലിയ നിലയിൽ നിൽക്കുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ജനങ്ങൾക്കിടയിൽ വലിയ നിലയിൽ ഈ ഗവൺമെൻറ്റിനോട്, ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടുള്ള പ്രതിഷേധമായി മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് പ്രതിപക്ഷ കക്ഷികൾക്ക് ഗുണകരമാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കർഷകരുടെ ശക്തമായ പ്രക്ഷോഭങ്ങൾ, കർഷകർക്ക് വലിയ നിലയിലുള്ള എതിർപ്പാണ് ഈ ഗവൺമെൻറ് നയങ്ങളോടുള്ള കർഷകരുടെ എതിർപ്പ്. നമുക്കറിയാം, മിനിമം താങ്ങുവില എന്ന് പറയുന്ന ആ പോളിസി അത് നടപ്പിലാക്കാൻ ഇതുവരെയും മോഡി ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി സ്വീകരിക്കുന്നു, കർഷകർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ കർഷകരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ ഈ ഭരണത്തിൽ മടുത്തുപോയ ജനങ്ങൾക്ക് നേരത്തെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെയുള്ള മറ്റൊരു സാഹചര്യം, ഒരു ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾ ഏതെല്ലാം രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികൾ
കക്ഷികൾക്ക് ഇന്ത്യ മുന്നണിക്ക് നേട്ടമായി മാറുന്നു. ഏഴാമത്തെ കാര്യം കർഷകരുടെ വിഷയവും 10 വർഷത്തെ മോഡിയുടെ മോശം ഭരണവുമാണ് അതിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 8ാമത്തെ കാര്യം നരേന്ദ്രമോദിയുടെ ഒരു അഹങ്കാരം നിറഞ്ഞ ഓവർ കോൺഫിഡൻസ് നിറഞ്ഞ 400 സീറ്റുകൾ നേടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതാണ്. ആ 400 സീറ്റ് നരേന്ദ്രമോദി നേടുമെന്ന് പറഞ്ഞതോടുകൂടി അത് അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് ഈ രാജ്യം പോകുന്നു എന്ന തോന്നൽ അദ്ദേഹത്തെ പിന്തുണക്കുന്നവർക്ക് പോലും ഉണ്ടായി എന്നുള്ളതാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഒരു ഏകാധിപത്യ ശൈലി തുടരാൻ പോകുന്നു, ഭരണഘടനയെല്ലാം മാറ്റാൻ പോകുന്നു എന്ന് അവർ വോട്ട് ചെയ്തവർ തന്നെ 2014-ലും 2019-ലും അവർ വോട്ട് ചെയ്യാൻ മടി കാണിക്കാത്ത ആളുകളിൽ തന്നെ ഒരല്പം പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് അങ്ങനെ 400 സീറ്റൊക്കെ നേടിയാൽ ഭരണഘടന തന്നെ മാറ്റിയെഴുതുമോ എന്നുള്ളത് ദലിത് പിന്നോക്ക വിഭാഗങ്ങളിൽ വലിയ നിലയിലുള്ള ആശങ്കയുണ്ടായി. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലടിയൊഴുക്കായി മാറിയപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അത് അനുകൂലമാകുന്ന സാഹചര്യമുണ്ടായി. 9ാമത്തെ കാര്യം ഉന്നത ജാതി വിഭാഗങ്ങളിൽ BJPയോടുള്ള ശക്തമായ എതിർപ്പാണ്. ക്ഷത്രിയ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ജാതി വിഭാഗങ്ങൾക്ക് BJPയോട് അതിശക്തമായ എതിർപ്പുണ്ട്. BJPയിലെ പ്രവർത്തകർക്ക് തന്നെ നിരവധിയായിട്ടുള്ള സംഘടനാ വിഷയങ്ങൾ പോലുമുള്ള എതിർപ്പ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകാധിപത്യ ശൈലിയിലും അതുപോലെ തന്നെ MP-മാരോട് ഒക്കെയുള്ള ജനവികാരം, നിരവധി MP-മാരോടുള്ള ആൻറ്റി ഇൻകംബൻസി, ഇതെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് BJP പ്രവർത്തകർക്ക് തന്നെ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ്, അതുപോലെ തന്നെ ക്ഷത്രിയ രാജ്പുത്ത് വിഭാഗങ്ങൾക്ക് നിലവിൽ അവർക്ക് BJPയോടുള്ള എതിർപ്പ്, അതെല്ലാം വലിയ നിലയിൽ രാജസ്ഥാൻ, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആ എതിർപ്പ് നിലനിൽക്കുന്നു. അത് വലിയ അടിയൊഴുക്കായി. കാരണം ഈ ജനവിഭാഗങ്ങൾ BJP പ്രവർത്തകർ മാറി നിൽക്കുന്നു ചില ഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ BJPക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന മേൽജാതി വിഭാഗങ്ങൾ BJPയോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അതിലടിയൊഴുക്കായി. കാരണം അവർക്ക് ലഭിക്കേണ്ട വോട്ടുകളാണ് ലഭിക്കാതെ പോകുന്നത് എന്നുള്ളത് അടിയൊഴുക്കുകളായി വിലയിരുത്തപ്പെടുന്നു. അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ്. 10ാമത്തെ കാര്യം നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാർ മുഖ്യമന്ത്രി, അദ്ദേഹം NDAയിൽ നിന്ന് രാജിവെച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നതും തിരിച്ച് അദ്ദേഹം പോയതും, നിതീഷ് കുമാർ വന്നതും പോയതും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി 10ാമത്തെ കാര്യമായി ഞാനതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിതീഷ് കുമാർ വന്നതിന് ശേഷമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ സഖ്യം രൂപീകരിക്കുന്ന ചർച്ചകൾ ശക്തമായി തുടങ്ങുന്നത്. എന്നാൽ അത് ഒരിക്കലും ഒരുമിക്കില്ല എന്ന് കരുതിയ കോൺഗ്രസും ആം ആദ്മിയും ഒന്നിക്കുന്നു, കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒരു പരിധിവരെ ഒന്നിക്കുന്നു. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള അതായത് ഇന്ത്യ മുന്നണി എന്നുള്ളത് സംഭവിക്കും എന്ന തോന്നൽ ഈ സഖ്യകക്ഷികൾക്കിടയിലുണ്ടാവുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്കിടയിലുണ്ടാവുന്നു. ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം, ആ പേര് തന്നെ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് അദ്ദേഹം കൂടി ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു സംഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നീട് അത് രൂപീകരിച്ചു വന്നു. അത് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അദ്ദേഹം തന്നെ കൺവീനറാവണം തുടങ്ങിയ ചിന്തകളുണ്ടാവുന്നു. അത് അദ്ദേഹം പോകുന്നതോട് കൂടിയിട്ട് പിന്നീട് ഇന്ത്യ മുന്നണി കൂടുതൽ ഐക്യപ്പെടുന്നതും, പ്രത്യേകിച്ച് 40 സീറ്റുകളുള്ള ബീഹാറിൽ അത് നിതീഷ് കുമാർ അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകിയ ആളാണെങ്കിൽ പോലും ബീഹാറിൽ വലിയ ജനവിരുദ്ധ വികാരം അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയപ്പോൾ RJDയും കോൺഗ്രസും ബീഹാറിൽ കൂടുതൽ ശക്തമായി BJP മുന്നണിക്കെതിരെ, നിതീഷ് കുമാർ കൂടിയുള്ള മുന്നണിക്കെതിരെ, അത് സംസ്ഥാനത്തെ ജനവിരുദ്ധ വികാരം, കേന്ദ്രത്തിനെതിരെയുള്ള വിരുദ്ധ വികാരം, ഇത് രണ്ടും മുതലാക്കിയുള്ള ഒരു പ്രചരണം സംഘടിപ്പിക്കുന്നു. ബീഹാറിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അദ്ദേഹം വന്നതുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാവുന്നു, അദ്ദേഹം പോയതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ശക്തി ഉണ്ടാകുന്ന സാഹചര്യം ബീഹാറിലുണ്ടാകുന്നു. ഇങ്ങനെയുള്ള 10 കാരണങ്ങൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട രാജ്യത്തെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ 10 കാരണങ്ങളും അതിന് ഉപോത്ഭകമാകുന്ന മറ്റു കാരണങ്ങളുമാണ് ഇന്ത്യ മുന്നണിക്ക് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു രാഷ്ട്രീയ വിസിബിലിറ്റി ഉണ്ടായത്. ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ അധികാരത്തിൽ വരുവാനോ അതല്ലെങ്കിൽ അടുത്തെത്താനോ വരുന്ന 5 കൊല്ലം കഴിഞ്ഞ 10 കൊല്ലം പോലെയല്ല, ശക്തമായ ഒരു പ്രതിപക്ഷമെങ്കിലും രാജ്യത്തുണ്ടാകും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ മുന്നണിക്കുണ്ടായിരിക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ട്.